ഹലോ ഗേഴ്സ്, ഞാൻ ഇങ്ങനെ കേസ്. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ള വീഡിയോ എന്ന് വെച്ചാൽ തമ്മിൽ കണ്ട പോലെ തന്നെ അറിയിക്കാനായിട്ടുള്ള ഒരു ഗെയിം കളിച്ചോക്കാൻ ഒരു ഫുൾ മാച്ച് തന്നെയാണ്. വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാണ്ട് നോക്കിക്കോ. ഞാനാണെങ്കിൽ കട്ടാക്കിയിട്ടില്ല, വീഡിയോ ഫുള്ളായിട്ടിട്ടുണ്ട്. 12 മിനിറ്റ് ഉണ്ട്. ആരും സ്കിപ്പ് ചെയ്ത് കണ്ടു നോക്കുക. അപ്പളേ അറിയിക്കാനതിനെ പറ്റി അറിയാൻ പറ്റുള്ളൂ. പിന്നെ അടുത്തത് ആരെ വെച്ച് ചെയ്യണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടെ. എൻ്റെ ഉള്ള പ്ലേസിൽ വെച്ച് എൻ്റെ സ്കൂൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൽ ഉള്ളവരെ വെച്ച് അതിലാരൊക്കെ ഉണ്ട്, അതിൽ ഏത് പ്ലെയറിനാണ് നിങ്ങൾക്ക് റിവ്യൂ പറയേണ്ടത്, അവരൊക്കെ ആരെ വെച്ചിട്ടാണ് മാച്ച് കളിപ്പിക്കേണ്ടതെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഓപ്പൺറ്റ് ടീമിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ചില ടീമാണ് ചെക്കൻ. പക്ഷെ അങ്ങനെയല്ലല്ലോ, ഓരോരുത്തരുടെ കളി വെച്ചിരിക്കും. നമ്മൾ എന്തായാലും ഇരയ്ക്കാനാണ് കൂടുതലും ബോൾ കൊടുക്കാൻ നോക്കുന്നത്. നമുക്ക് എന്തായാലും മാച്ച് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. 2 പേര് ഇനി വരേണ്ടതുണ്ട്. അവന് മാത്രം ചെറിയ റേഞ്ചിന് ഇഷ്യൂ ഒക്കെ ഉണ്ടാവും. നിങ്ങളൊന്നും കാര്യമാക്കണം, നിങ്ങൾ സ്കിപ്പായിട്ട് കണ്ടാൽ മതി. അപ്പോൾ നമുക്ക് നേരെ വലിയ കിടക്കാം ഗെയ്സ്. പിന്നെ അങ്ങനെ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. നമ്മളിതാ പാസ് കൊടുക്കാനുണ്ട്. റൈസ് നെയ്മർ ജൂനിയർ ആണെങ്കിൽ ക്യാൻറ്റോനൊക്കെ ശ്രമം നടത്തുന്നുണ്ട്. പക്ഷെ അവരെ ബാക്ക് നമ്മളെ പിടിച്ചിട്ട് വിടുന്നത് പോലും ഇല്ല. അവരെ ബാക്ക് മാർട്ടോണ ക്യാൻറ്റോന ക്യാൻറ്റോന ഇപ്പോൾ അടിപൊളി പ്ലെയറാട്ടെ. ക്യാൻറ്റോനയ്ക്ക് പക്ക ഫിനിഷിംഗ് ആണ്. ക്യാൻറ്റോന വെച്ച് കളിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പക്ക ഫിനിഷിംഗ് ആണ്. ഓൺലൈൻ മാച്ചിലൊക്കെ ക്യാൻറ്റോന ഇട്ട് കളിപ്പിച്ചോ നല്ലൊരിതാണ് അവന്. പിന്നെ ഫസ്റ്റ് ലെവലിൽ തന്നെ ഇറക്കണം അവനെ. പിന്നെ സൂപ്പർ സബ് അതൊന്നും ഇല്ല, ഫസ്റ്റ് ലെവലിൽ തന്നെ ഇറക്കേണ്ടതാണ് ക്യാൻറ്റോനൊക്കെ. അവരുടെ ആണെങ്കിൽ പക്ക ഡിഫൻസ് ഇട്ട് കളിക്കുന്നതാണ്. നമുക്ക് അങ്ങനെ പോകാൻ പോലും സമ്മതിക്കുന്നില്ല, നമ്മളതും സമ്മതിക്കുന്നില്ല. നമുക്ക് നോക്കി നോക്കാം. അവരെ ഒപ്പോണറ്റ് ടീമാണെങ്കിൽ കുറച്ച് ടഫ് കളിക്കുന്നത്. നമുക്കൊന്നും ആക്കാൻ പറ്റില്ല എന്നാണ് തോന്നുന്നത്. ഗെയിം സ്റ്റാർട്ടാക്കി നമ്മൾ ക്യാൻറ്റോന ഒരു ഇവിടുന്ന് ഷൂട്ട് നോക്കി, പക്ഷേ ഷൂട്ട് നമുക്ക് ഷൂട്ടാൻ പറ്റിയില്ല. അതിൻ്റെ മുമ്പ് തന്നെ അവരെ ഡിഫൻസ് വന്നിട്ട് നമ്മളെ നൈസായിട്ട് നോക്കിയിട്ടുണ്ട്. അവരെ നെയ്മർ ജൂനിയനൊക്കെ അവിടെ ആക്കാൻ ബസ്തോനൊക്കെ ഉണ്ട് അവരെ കയ്യിൽ. ബസ്തോനാണെങ്കിൽ നമുക്ക് അറിയാമല്ലോ, ഇപ്പം കൊടുക്കുന്ന പ്ലെയറാണ്. അതിൽ കോളമോനൊക്കെ ഉണ്ട്. ആരോടെ എടുക്കാൻ എൻ്റെ ഒരു അഭിപ്രായം വെച്ചിട്ടാണെങ്കിൽ ബസ്തോനൊക്കെയാണെങ്കിൽ അടിപൊളി പ്ലെയറാണ്. അടിപൊളി ബാക്ക് നിൽക്കുന്നതാണ്. ഇത്ര ഫ്രീക്കാട്ടിൽ തന്നെ ഇത്ര സ്കില്ലുള്ള ബസ്തോനൊക്കെയാണ് നല്ലത്. ഇപ്പോൾ മുഹമ്മദ് സലാഹ് ഡീഗോ മറഡോണൊക്കെ ഒന്നും ആക്കാൻ പറ്റില്ല. അവരെ പ്ലേയേഴ്സ് നമ്മളൊക്കെ മേടിക്കുന്നതാണ്. മറഡോണാണെങ്കിൽ വീണ്ടും മേടിക്കാൻ നോക്കുമ്പോൾ മറഡോണ ഇല്ല മക്കളെ ഒന്നും സാധിക്കില്ലെന്നാണ് തോന്നുന്നത്. നമ്മളെ എക്സലറൊക്കെ ഇതിൽ അടിച്ചപ്പി കഴിക്കുന്നത് 99. അതൊക്കെ എൻ്റെ ഒക്കെ ആണെങ്കിൽ ഫ്രീ കാർഡാണ് മുഴുവനും. ഒരു എപ്പിക്ക് പോലും ഇല്ല. എപ്പിക്കുള്ളത് തന്നെ ക്യാൻറ്റോനാണെങ്കിൽ 100 ട്രൈ കിട്ടിയതാണ്. എൻഡിങ് ആവുമ്പോൾ ടൈമിൽ കറക്കിയതാണ്. എല്ലാവരും ഏതൊരു ഇത് വന്നാലും എൻഡിങ് ആവുമ്പോൾ ടൈമിൽ കറക്കിയാൽ മതി. അപ്പോൾ എന്തായാലും കിട്ടും. ബാക്കിയുള്ളവർക്ക് കിട്ടും, ചിലർക്ക് കിട്ടും, ചിലർക്ക് കിട്ടില്ല. അതേപോലെ തന്നെ ഞാൻ പറയാനുള്ളത് അർണോൾഡൻ്റെ ഒക്കെ ഒരു ബാക്കൊക്കെ നല്ല അടിച്ചപ്പോൾ കിലിയൻ എംബാപ്പയൊക്കെയാണ് ടാക്ക്. നിക്കോള ബേലൊക്കെ അടിപൊളിയാണ് കേട്ടോ. ആരറിയില്ല, ബേലിൻ്റെ ഒക്കെ ഒരു റിവ്യൂ ഞാൻ പറയുന്നുണ്ട് കേസ്, പിന്നെ ഞാൻ ചെയ്യാം. ബേലൊക്കെ ഈ മാച്ച് കണ്ടാക്കിയ നിങ്ങൾക്ക് വന്നിട്ടാണ് ബേല എത്രമാത്രം കളിക്കുന്നുണ്ട് എന്നൊക്കെ. അപ്പോൾ നിങ്ങൾ ഇത് കണ്ടിട്ട് പറഞ്ഞാൽ മതി ബേലിൻ്റെ ഓരോ ഇത്. നെയ്മർ ഒന്നും അത്ര ഇതില്ല. പോരെ നെയ്മർ ഇപ്പം ഫോം ഔട്ടാണ്. ഈ കാർഡ് വന്നതിലൊക്കെ അടിച്ചപ്പോഴാണ് ഓരോ അപ്ഡേറ്റ് വരുമ്പോഴത്തേനും ഓരോ പ്ലേസിൻ്റെ ഇതൊക്കെ കുറയുമല്ലോ. അതാ ഒരുക്കാം. നമുക്കാണെങ്കിൽ ഒന്നും ചെയ്യാനും പറ്റുന്നില്ല. നമ്മളാണെങ്കിൽ ബേലൊക്കെ നിൽക്കണം. ബേലൊക്കെ അടിച്ചപ്പോൾ കളിയാണ്. ക്യാൻറ്റോനൊക്കെ അടിപൊളി ചാൻസാണ്. ക്യാൻറ്റോന ഗോൾ ക്യാൻറ്റോന അടിച്ചൊരു ഗോൾ തന്നെയാണത്. ഒപ്പം ടീമിൻ്റെ ഡിഫൻസിൻ്റെ പേവാണ് അറിയില്ല. അത് നമ്മൾ ത്രൂ പാസ് കൊടുത്തു തന്നെയാണ് അറിയില്ല. നമുക്ക് നോക്കിയാൽ ത്രൂ പാസ്സാണ് അടിച്ചപ്പോൾ ക്യാൻറ്റോനൊക്കെ ഇറങ്ങി തരും കേട്ടോ. ഫിനിഷിങ്ങിനായിട്ടുള്ള പ്ലെയറാണ് ഓന്. ഹാരിക്കെയിനൊക്കെ നല്ലോണം ഇറങ്ങിത്തരാൻ ഒരു പ്ലെയറാണ്. അപ്പോൾ എന്തായാലും ഗോൾ നമുക്ക് പ്രതീക്ഷിക്കാം ഇവിടുന്നൊക്കെ. അതാണ് നെയ്മർ ജൂനിയർ ക്യാൻറ്റോനൊക്കെ എടുക്കാൻ പറ്റിയില്ല. അത് എന്താണെന്ന് അറിയില്ല. ത്രൂ ലക്ഷം കൂടി പോയിട്ട് അവൻ എടുക്കാൻ പറ്റാത്തത്. എന്തായാലും നല്ലൊരു ചാൻസാണ് അവിടെ കിട്ടിയത്. ക്യാൻറ്റോനൊക്കെ ഒന്നും നോക്കാൻ പറ്റില്ല, ബോൾ എടുക്കാനും പറ്റില്ല. ഇങ്ങനെ ചില പേരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നത്. നമുക്ക് കളി കണ്ടിട്ട് അറിയില്ല എങ്ങനെയൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ. എന്തായാലും കളി കണ്ടിട്ട് നമുക്ക് മനസ്സിലാക്കുക എന്തൊക്കെയാണുള്ളത്. എനിക്ക് പറയാനുള്ളത് ക്യാൻറ്റോനൊക്കെ അടിപൊളിയാണെന്നാണ് പറയാനുള്ളത്. ഞാനൊക്കെ കുറേ മാച്ച് കളിപ്പിച്ചിട്ടുണ്ട്, ഓൺലൈൻ മാച്ച്. അത് ഷൂട്ടൊക്കെ എടുക്കാറുണ്ട്. എന്തായാലും ഹാഫ് ടൈം ആയിട്ടുണ്ട്. ഹാഫ് ടൈമൊക്കെ 1-0 തന്നെയാണ്. പിന്നെ അവനെങ്ങനെയാണ് അറിയില്ല. അവന് സെക്കൻഡ് ഹാഫ് പിടിച്ച് നിൽക്കുമോ അതോ നമ്മൾ ജയിക്കുമെന്നൊക്കെ കണ്ടറിയാം.
നമ്മളാണെങ്കിൽ അരിക്കാൻഡോനാണെങ്കിൽ ഒരു ഗോളിന് മുമ്പിൽ ലീഡാണ് നമ്മൾ. അവരാണെങ്കിൽ ഒന്നും ആക്കാൻ പറ്റുന്നില്ല നമ്മളെ ഡിഫൻസ്. നമുക്ക് അങ്ങോട്ട് കുറേ ബോൾ വന്നിട്ടുമില്ല. കാര്യമായിട്ട് പറയുകയാണെങ്കിൽ അങ്ങോട്ട് ബോൾ വന്നിട്ടുമില്ല. നമ്മളെങ്കിൽ അരിക്കാൻഡോൻ അടിച്ചൊരു ഗോളിൻ്റെ മുമ്പിൽ തന്നെയാണെങ്കിൽ നമ്മൾ റെഡി അമർത്തിയിട്ടുണ്ട്. അവരെനിക്ക് റെഡി അമർത്തിയിട്ടുമില്ല. നമ്മളാണെങ്കിൽ നമ്മൾ ടീമിനെ നമുക്ക് നോക്കി വെക്കാം. നമുക്ക് സലാഹിനെ തന്നെ നൈസായിട്ടൊന്ന് കയറ്റി വെക്കാം. സല അത്ര ഇത് ആക്കിയിട്ടില്ല. അപ്പോൾ സലാഹിനെ എന്തായാലും നമുക്ക് സബ് ഇടാം അല്ലേ. ഡംബലിനെ ഇറക്കാം. ഡംബലൊക്കെ നല്ല ഫോമാണ്. ഇപ്പോൾ ഫോം എല്ലാം തോന്നില്ലേ? ഫോമാണോ അറിയില്ല. എന്തായാലും നമുക്ക് ഡംബലിനെ ഇറക്കി വെക്കാം. ഡംബല സലായി ഇപ്പോൾ ഫസ്റ്റ് ഹാഫ് ഒന്നും ആക്കിയിട്ടില്ല. ഹാഫ് ടൈമിൽ തന്നെ കയറ്റുന്ന ഒരു ഇതില്ല. എന്നാലും നമുക്ക് കയറ്റാം. ഡംബലിൻ്റെ കളി നമുക്ക് നോക്കി നോക്കാം. ഡംബലാണെങ്കിൽ ലെഫ്റ്റ് വിങ്ങിനൊക്കെ നല്ല ഷൂട്ടല്ല, റൈറ്റ് വിങ്ങിനൊക്കെ നല്ല ഷൂട്ടിന് പ്ലെയറാണ്. നല്ല വലിച്ച് കയറും, നല്ല സ്കില്ലൊക്കെ ഉള്ള പ്ലെയർ തന്നെയാണ് ഡംബൽ. പക്ക ഫിനിഷിങ്ങാണ്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ഡംബലിൻ്റെ ഇനി ഇപ്പോൾ കാണാം. ഹാഫ് ടൈമിൽ നമ്മൾ ഡംബലിനാണ് ഇറക്കിക്കണേ. എങ്ങനെ അവരിനൊക്കെ കളി മാറിയോണൊക്കെ നമുക്ക് കണ്ടറിയാം. നമ്മളാണെങ്കിൽ അവരാണെങ്കിൽ അവരിതാ നമ്മുടെ ഡിഫൻസിനെ പൊട്ടിച്ച് വരാൻ നോക്കുമ്പോൾ അവർക്ക് പറ്റുന്നില്ല. നമ്മുടെ ഡിഫൻസ് നമ്മളെ വിടുന്നില്ല അവരെ. എന്തായാലും കളി അലക്സാണ്ടർ ഡംബല VS ഡംബ അയ്യോ അവരുടെ ഡിഫൻസാണ് അവരെ പൊളി സാധനങ്ങളുണ്ട്. അവർ ചെറിയ ടീമാണെങ്കിലും അവർ ഡിഫൻസിൽ അടിപൊളിയാണ് പ്ലേയേഴ്സൊക്കെ. നമ്മളാണെങ്കിൽ ഒരു എപ്പിക്ക് പോലും ഇല്ലാത്തൊരു കാർഡാണ്. ഫ്രീ ട്രൈ കിട്ടിയ എല്ലാവരും ഫ്രീ ട്രൈ കിട്ടിയ ഡിഫൻസാണ് പറയുന്നത്. ഇതിലൊക്കെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഇതാക്കി കാൻഡോന ഗോൾ. ഡംബലിൻ്റെ അസിസ്റ്റ് ഇട്ടാണ്. ഡംബലിന് അതൊക്കെ ഇങ്ങനെയൊക്കെ ഒരു അടിച്ചാൽ ഒരു ത്രൂ പാസ് തന്നെയാണ് അവിടെ നൽകിയത്. എന്തായാലും അവരാണെങ്കിൽ സ്കിപ്പാക്കി സെക്കൻഡ് എന്തായാലും ജയിക്കേണ്ടതാണ്. കാൻഡോന അടിപൊളി ഫിനിഷിങ്ങാണ് അവിടെ നടത്തിയിട്ടുള്ളത്. ആരും വലിയ ഡിഫൻസ് ഒരു പൊട്ടലാണ് അവിടെ നടന്നിട്ടുള്ളത്. നമ്മുടെ ഡംബലിൻ്റെ അടിപൊളി ത്രൂ പാസും ഇതൊക്കെ തന്നെയാണ് അവിടെ. നിക്കോള പെരാലാണ് എടുത്ത് പറയണട്ടെ ഈ കളിയിലൊക്കെ. അവരൊക്കെ അടിച്ചപ്പടി കളിയാണ്. ഡംബി മിസ്റ്റേക്ക് പിടിച്ച് ഒരു പ്ലെയർ പിടിച്ച്. ഡിസംബക്കർ VS ബെറല ഡംബല മർഡോണ ഡംബല. അയ്യോ കാൻഡോണിൻ്റെ അടിപൊളി പാസ് ത്രൂ ആണ്. നമുക്ക് ത്രൂക്ക് ശ്രമിച്ചെങ്കിലും അവരുടെ ഡിഫൻസ് എന്തായാലും മാച്ചപ്പ് നടത്തിയോണ്ട് നമുക്കൊന്നും ആക്കാൻ പറ്റിയില്ല. എന്തായാലും നമുക്കൊരു കോർണർ ഇട്ടിട്ടുണ്ട്. കോർണർ നമുക്ക് ഡേവിസിനെ കൊണ്ട് അടുപ്പിച്ച് നോക്കാം. ഡേവിസ് ആണെങ്കിൽ എന്തൊക്കെയും അറ്റാക്ക് ഇട്ടിട്ടില്ല. നമ്മളപ്പോഴാണെങ്കിൽ വസ്തുവിനൊന്നും വരില്ല. അപ്പോഴെങ്കിൽ ഇങ്ങനെ പോയിട്ടുണ്ട്. അവരാണെങ്കിൽ നൈസായിട്ടൊരു PO പറ്റിയിട്ടുണ്ട്. ഓ മൈ ഗോഡ്. നമ്മളെ ബാക്കാണെങ്കിൽ ആരുമില്ല. ടോണി അഡംസ് മിസ്റ്റേക്ക് പോയി എല്ലാം പോയി ഗേസ്. നമ്മൾ ഡിഫൻസ് നൈസായി പൊട്ടിയിട്ടുണ്ട്. കോർണറിൽ വരുന്ന POയാണിത്. നിങ്ങൾ കളിക്കുമ്പോൾ നോക്കിക്കാൻ മുഹമ്മദ് സലാണ് അവരെ അടിച്ചിട്ട്. നമ്മൾ കയറ്റിയ പ്ലെയറാണ്. നമ്മൾ വെറുതെ സലാഹിനെ കയറ്റിയത്. അവരെ സലാ ഗോളടിച്ച്. നമ്മൾ സലാ അത്ര ഇതില്ല. എന്തായാലും നമ്മളെ ഡിഫൻസിൻ്റെ മിസ്റ്റേക്കാണത്. കൗണ്ടർ അറ്റാക്ക് തന്നെയാണ് ഇപ്പോൾ നടന്നത്. അത് കണ്ടതിന് അറിയാം. കാൻഡോന ഇപ്പോൾ 2 ഗോളിന് ലീഡാണ് നമ്മൾ. കാൻഡോന ഒരു ഗോൾ അടിച്ചുകൊണ്ട് അതിൻ്റെ ഒരു ഇതുണ്ട് നമുക്ക്. അത്ര കമ്മിയൊക്കെ അടിക്കണോ അറിയില്ല അവർ. ഡംബല VS മർഡോണൊക്കെ ഒന്നും ആക്കാറില്ല. ബസ്തോണി ഉണ്ടായിട്ട് നമുക്ക് ഒന്നാക്കാൻ പറ്റിയൊരു ഷോർട്ട് കോർണറാണ് നമ്മളിപ്പോൾ ശ്രമിച്ചിരിക്കുന്നത്. ഷോർട്ട് കോർണറിൽ കൂടെ നമ്മൾ ഗോൾ കയറ്റി അങ്ങനെ കണ്ട കേസ്. മർഡോണ സെൽഫ് ഗോളെ തന്നെ അയക്കണം. നമ്മളിങ്ങനെ 3 ഗോളിന് ലീഡാണ്. നമ്മൾ 2 നമ്മളെ കാൻഡോനാണ്. കാൻഡോനാണെങ്കിൽ അടിച്ചപ്പോൾ കാർഡാണ് കേസ്. ആര് വേണമെങ്കിൽ ഫസ്റ്റ് ലെവലിൽ തന്നെ ഇട്ട് കളിച്ചേക്കുന്നത്. എന്താ സാധനമാണ് അറിയാം. കാൻഡോനൊക്കെ അടിച്ചപ്പോൾ പ്ലെയറാണ്. നമ്മളെങ്കിൽ 3-1 നമ്മൾ 3 ലീഡാണ്. 2 ലീഡാണ്. നോക്കുകയാണെങ്കിൽ നമ്മളെ ബെസ്റ്റോണി ഒക്കെ മിസ്സാവും. ബെസ്റ്റോണി എടുക്ക് ഫോമില്ലാത്ത കളി. മിസ്സ് ഗോൾ. ഗോബലാണ് ഗോളിയൊന്നും അത്ര ഇതില്ല. എൻ്റെ ഗോളിയൊന്നും അത്ര ഇതില്ല. ഗോബലായതുകൊണ്ടൊക്കെ ആവാം 99 ഗോളി. എന്നാലും ചക്കന് പറ്റണത്ര ശ്രമിക്കുന്നുണ്ട് എന്ന് പറയാം നമുക്ക് തന്നെ. അലക്സാണ്ടർ അർണോൾഡിൻ്റെ കോർണർ പറ്റിയവർക്ക് വെച്ചുപോയി. നമ്മളാണെങ്കിൽ കാൻഡോന അടിപൊളി ഒരു പാസ് തന്നെയാണ്. പക്ഷെ നമ്മൾ ഡംബലൊക്കെ ഒന്നും ആക്കാൻ പറ്റുന്നില്ല. കാൻഡോന അടിപൊളി ത്രൂ ഒക്കെ കൊടുക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ് കാൻഡോന. നമ്മുടെ ഡിഫൻസിന് മിസ്റ്റേക്കാണ് വരുന്നത് എല്ലാത്തിനും. അതാണെങ്കിൽ 3-2 അയക്കണം. ചെറിയ സ്കോഡ് വെച്ചിട്ടാണ് ചെക്കന്മാർ ഇത്ര കളിക്കുന്നത്.
എന്തായാലും കണ്ടറിയാം. 3-2 നമ്മ ഒരു സെൽഫ് കൊണ്ട് ലീഡിലാണ് ഇപ്പം. ക്യാൻറ്റോന അടിച്ച 2 ഗോളുണ്ട്. പിന്നെ നമുക്ക് നോക്കി നോക്കാം ഇനി അവർ കംബാക്ക് അടിക്കോ ഇല്ലോന്ന് നമുക്ക് കണ്ടറിഞ്ഞാൽ. വീണ്ടും മിസ്റ്റേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ബസ്തോണല്ല, ഡേവിസ് LB വിങ്ങിന് വന്നിട്ട് ആ ചെക്കൻ ഇവിടെ നടിക്കണം. അടിച്ചാപ്പടി ഒരു പാസ്സാണ്, അടിച്ചാപ്പടി ഡംബര വേസ് മറഡോണ എറിക്ക് നെയ്മർ ജൂനിയർ. എറിക്ക് ഇവിടെ പോയി, അവിടെ എറിക്കണ കണ്ടില്ലല്ലോ. പെട്ടെന്നുള്ളൊരു പാസ്സാണ് കേട്ടത്. ക്യാൻറ്റോന ഇട്ട പാസ്സാന്ന് തോന്നുന്നു. അടിപൊളിയായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചെക്കന്മാർ. എന്തായാലും 86 മിനിറ്റ് ആകുമ്പോൾ 4-2 ലീഡ് നമ്മൾ തന്നെയാണ്. 4 ഗോളിന് ലീഡ്. അതാണെങ്കിൽ മറഡോണ വേസ് ഡംബല, വീണ്ടും മിസ്റ്റേക്ക്. ഡംബല വേസ് ക്യാൻറ്റോന ഹാട്രിക് അടിച്ചിട്ടുണ്ട്. ക്യാൻറ്റോന നമ്മൾ എടുത്ത് പറയേണ്ട ഒരു പ്ലെയർ തന്നെ കേട്ടോ. ക്യാൻറ്റോന അടിച്ചപ്പോൾ വിങ്ങാക്കാണ്ട ഓൺലൈൻ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ക്യാൻറ്റോന ഒരു ഹാട്രിക് തന്നെ പൂർത്തിയാക്കിയിരിക്കുന്നുണ്ട്. 89-ാം മിനിറ്റിലാണ് തൻ്റെ ഹാട്രിക് തന്നെ പൂർത്തീകരിച്ചിട്ടുള്ളത് ക്യാൻറ്റോന. അപ്പോൾ ഇതിലെടുത്ത് പറയേണ്ട പ്ലെയറിന് എൻ്റെ ക്യാൻറ്റോന തന്നെയാണ്. ക്യാൻറ്റോന അടിപൊളി. പിന്നെ നമ്മളെ ഡിഫൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ബേരേല പൊളിയാണ്. ബസ്തോണിന് അത്ര ഫോമല്ലാന്ന് തോന്നി ഈ കളിക്ക്. പിന്നെ ആരാണ് മറ്റേ ഡംബലിനെ സബ്ബി ഇറക്കിയിട്ട് നല്ല അടിച്ചവിടെ പ്ലെയർ തന്നെയാണ് ഡംബല. 2 ത്രൂ പാസ് ഇറക്കിയിട്ടുണ്ട്. പിന്നെ മറഡോണനെ എടുത്ത് പറയണം. അലക്സാണ്ടറിനോട് തുടക്കത്തിൽ നല്ല കളി കളിച്ചിരുന്നു. അപ്പോൾ അത്രയൊന്നും ഇല്ല. നമ്മളാണെങ്കിൽ ക്യാൻറ്റോനൻ്റെ ഹാട്രിക്കും കാണാൻ പറ്റും നമുക്ക്. ക്യാൻറ്റോനാണ് ഇപ്പോൾ മാൻ ഓഫ് ദ മാച്ച്. ക്യാൻറ്റോനൊക്കെയാണ്. ബസ്തോണൊക്കെ ബേക്കിൽ. ബസ്തോണ എടുത്ത് പറയേണ്ട ഒരു പ്ലെയർ തന്നെയാണ്. പക്ഷേ ഈ കളി എന്താ പറയുക, ചെക്കനൊക്കെ അത്ര ഫോമല്ലാണ് നമുക്കെന്നെ പറയാം. എന്തായാലും 5-2 വിന്നായിട്ടുണ്ട്. നമുക്ക് മാൻ ഓഫ് ദ മാച്ച് ആയിരിക്കാൻ നോക്കാം. നെയ്മർ ജൂനിയർ, മുഹമ്മദ് സല നമ്മൾ ഹാഫ് ടൈം കളിച്ചിട്ടുള്ളൂ. അതിന് മുഹമ്മദ് സല 3ാമത് ഉണ്ട്. വെറുതെ കയറ്റാണ് കേട്ടോ. അധികം മറഡോണ ബസ്തോണി കണ്ട. ബസ്തോണി ഫോമല്ല, നമ്മളെ 2 CB ഫോമല്ലാണ് പറയണത്. ഏറ്റവും അടിയിലാണ് ബസ്തോണിയും ടോണി ആഡംസും.